ഹലോ ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ 3 ടോപ്പിക്കാണ് വൈസ് പ്രസിഡൻറ്റ്, ആർട്ടിക്കിൾ 63 തുടങ്ങി 71 വരെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽ. ഇങ്ങനെ 3 പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ആദ്യത്തെയാണ് വൈസ് പ്രസിഡൻറ്റ്, ആർട്ടിക്കിൾ 63 തുടങ്ങി 71 വരെ. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയാണ്. ആർട്ടിക്കിൾ 63 പ്രകാരം ഈ ഓഫീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 64 പ്രകാരം വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ എക്സ് ഓഫീസിയോ ചെയർമാൻ കൂടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 66 പറയുന്നത് വൈസ് പ്രസിഡൻറ്റ് ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഇലക്ഷൻ ചെയ്യുന്നതിന് ലോകസഭയുടെയും രാജ്യസഭയുടെയും എലക്റ്റഡ് പ്ലസ് നോമിനേറ്റിംഗ് മെമ്പേഴ്സാണ്. പിന്നെ പറയുന്നത് സ്റ്റേറ്റ് MLA പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇലക്ഷൻ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ പ്ലസ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്സ് വഴിയാണ്. സീക്രട്ട് ബാലറ്റ് വഴിയും നടക്കും എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻസൊക്കെ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് വഴിയും സീക്രട്ട് ബാലറ്റ് വഴിയും നടക്കും എന്നാണ് പറയുന്നത്. ഇനിയാണ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനിൽ വൈസ് പ്രസിഡൻ്റ് ആവാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം, രാജ്യസഭ മെമ്പേഴ്സ് ആവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യരുത്. പിന്നെ പറഞ്ഞ ഓത്ത് ആർട്ടിക്കിൾ 69 വൈസ് പ്രസിഡൻ്റ് ഓത്ത് പ്രസിഡൻ്റാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിഡൻ്റ് അപ്പോയിൻറ്റ് ചെയ്ത ആൾ. ടേം ആർട്ടിക്കിൾ 67 ടേം 5 ഇയേഴ്സാണ്. പ്രസിഡൻറ്റിന് റെസിഗ്നേഷൻ കൊടുക്കാം. പുതിയ വൈസ് പ്രസിഡൻറ്റ് ചാർജ് എടുക്കുന്ന വേറെ ഓഫീസിൽ തുടരാം. വീണ്ടും ഇലക്ഷൻ കോണ്ടസ്റ്റ് ചെയ്യാം. പിന്നെ പറയുന്ന റിമൂവൽ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ് റിമൂവ് ചെയ്യാം. ആദ്യം രാജ്യസഭേനെ എഫക്റ്റ് മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാം. പിന്നെ ലോകസഭ സിമ്പിൾ മെജോറിറ്റിയിൽ അപ്രൂവ് ചെയ്യാം. പിന്നെ 14 ഡേയ്സ് നോട്ടീസ് കമ്പൽസറി ആണ്. പിന്നെയാണ് ഫങ്ഷൻസ് പറഞ്ഞാൽ ആസ് ചെയർമാൻ ഓഫ് രാജ്യസഭ ചെയർമാനായ രാജ്യസഭ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും, പ്രൊസീഡിങ്സ് സ്മൂത്തായി നടത്തുകയും ചെയ്യുന്നു. ആസ് ആക്ടിംഗ് പ്രസിഡൻറ്റ് ആർട്ടിക്കിൾ 65 പ്രസിഡൻറ്റ് മരിക്കുമ്പോൾ, റിസൈൻ ചെയ്യുമ്പോൾ, റിമൂവ് ചെയ്യപ്പെടുമ്പോൾ, ഇൽനെസ് അല്ലെങ്കിൽ ആബ്സെൻസ് കൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തപ്പോൾ വൈസ് പ്രസിഡൻറ്റ് ആക്ടിംഗ് പ്രസിഡൻ്റ് ആകും. മാക്സിമം 6 മന്ത്സ് വരെ ആക്ടിംഗ് പ്രസിഡൻ്റായി ഇരിക്കാം. അതേസമയം രാജ്യസഭ ചെയർമാൻ ഡ്യൂട്ടി ചെയ്യില്ല. പ്രസിഡൻ്റ് സാലറി ആൻഡ് പ്രിവിലേജസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഡിസ്പ്യൂട്ട്. ഇലക്ഷൻ കമ്മീഷൻ ഡിസ്പ്യൂട്ട് ആർട്ടിക്കിൾ 71 പറഞ്ഞത് വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് എല്ലാം സുപ്രീം കോർട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ഡിസിഷൻ ഫൈനലാണെന്നാണ് പറഞ്ഞത്. ഇനി കൺക്ലൂഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ ചെയർമാനായും പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുമ്പോൾ ആക്ടിംഗ് പ്രസിഡൻറ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം സ്മൂത്തായി ഫങ്ഷൻ ചെയ്യാൻ വൈസ് പ്രസിഡൻറ്റ് വളരെ പ്രധാനമാണ്. അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി ഫ്രീ, ഫെയർ, ഇംപാർഷ്യൽ ഇലക്ഷൻ നടത്തുകയാണ്. പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ എല്ലാം ഈസിയായി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് കോമ്പോസിഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ്. ഈ ഇലക്ഷൻ കമ്മീഷനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് CEC മറ്റ് ഇലക്ഷൻ കമ്മീഷന്മാരുണ്ട്. പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടേം 6 ഇയേഴ്സ് അല്ലെങ്കിൽ 65 വയസ്സ് അത് ആദ്യം വരുന്നു. അതുവരെ
പിന്നെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷനിൽ പറയുന്നത് വോട്ടർ ലിസ്റ്റിൽ ഇലക്ടർ റോള് പ്രിപ്പയർ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇലക്ഷൻ മെഷീനറി സൂപ്പർവൈസ് ചെയ്യുകയും ഇലക്ഷൻ ഓഫീസേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് കണ്ടക്ട് ഓഫ് എലക്ഷൻ. കണ്ടക്ട് ഓഫ് എലക്ഷനിൽ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ലോകസഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഫ്രീയും ഫെയറുമായിട്ടുള്ള ഇലക്ഷൻ ഉറപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെയാണ് പറയുന്നത് അഡ്വൈസറി. പിന്നെയാണ് പറയുന്നത് ഫങ്ഷൻ. അഡ്വൈസറി ഫങ്ഷനിൽ പറയുന്നത് MP ഡിസ്ക്വാളിഫിക്കേഷനിൽ പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നു. MLA ഡിസ്ക്വാളിഫിക്കേഷന് ഗവർണറിനെ അഡ്വൈസ് ചെയ്യുന്നു. ഇലക്ഷൻ മെമ്പേഴ്സിൽ അഡ്വൈസ് നൽകുന്നു. പിന്നെയാണ് പറഞ്ഞത് റെഗുലേറ്ററി ഫങ്ഷൻ. റെഗുലേറ്ററി ഫങ്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് എൻഫോഴ്സ് ചെയ്യുന്നു. ഇലക്ഷൻ കമ്പയിൻ മോണിറ്റർ ചെയ്യുന്നു. പിന്നെ പറയുന്നത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ്. ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി റെക്കഗ്നൈസേഷൻ ഡിസ്പ്യൂട്ട്സ് ഡിസൈഡ് ചെയ്യുന്നു. ഇലക്ഷൻ സിമ്പിൾ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നു. കാൻഡിഡേറ്റ്സ് ഡിസ്ക്വാളിഫിക്കേഷൻ കേസസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നു. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ ഗാർഡിയനാണ്. ട്രാൻസ്പെറൻറ്റും ഇമ്പാർഷ്യലുമായ ഇലക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഡെമോക്രാസി സ്ട്രോങ് ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മീൻസ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാം. ഇന്ത്യ സ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽ ആർട്ടിക്കിൾ 262 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിവർ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇത് സെൻട്രൽ സ്റ്റേറ്റ് കോപ്പറേഷനും ഫെഡറലിസം സ്ട്രെങ്ത് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ആർട്ടിക്കിൾ 262 ആണ് ഇതിൻ്റെ ആർട്ടിക്കിൾ പ്രൊവിഷൻ. അതിൽ പറയുന്നത് പാർലമെൻറ്റിന് ഇൻ്റർ സ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ ലോ ഉണ്ടാക്കാൻ പവറുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ പോലും പാർലമെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിവർ ബോർഡ് ആക്ട് 1956, റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ, ഇൻ്റർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956 വാട്ടർ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ രണ്ട് റെഗുലേഷൻസാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽ. അതിലാദ്യത്താണ് സെറ്റിൽ വാട്ടർ ഡിസ്പ്യൂട്ട്സ്. സ്റ്റേറ്റേക്കാൾ തമ്മിലുള്ള റിവേഴ്സ് വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട്സ് ലീഗലായി സോൾവ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ഹാർമണി. സ്റ്റേറ്റിനേക്കാൾ തമ്മിലുള്ള ടെൻഷനും കോൺഫ്ലിക്റ്റും കുറിച്ചുള്ള ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ പറയുന്നതാണ് എൻഷുറിങ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ സ്റ്റേറ്റിനേക്കാളും ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യുന്നു. സപ്പോർട്ട് ഡെവലപ്മെൻറ്റ്സ്. അഗ്രികൾച്ചർ, ഡ്രിങ്കിങ് വാട്ടർ ഇൻഡസ്ട്രീസ് എല്ലാം വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ട്രിബ്യൂണൽ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യുന്നു. റെഡ്യൂസ് ലിറ്റിഗേഷൻ. ട്രിബ്യൂണൽ ബൈൻഡിങ് ഡിസിഷൻസ് കൊടുക്കുന്നത് കൊണ്ട് ലോങ് കോർട്ട് കേസസ് അവോയ്ഡ് ചെയ്യാം. സ്ട്രെങ്ത് ആൻഡ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രെങ്ത് ചെയ്യുന്ന സെൻട്രും സ്റ്റേറ്റും നല്ല കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് സ്ട്രെങ്ത് ആൻഡ് ഫെഡറലിസത്തിൽ പറയുന്നത്. പിന്നെ കൺക്ലൂഷനിൽ പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽ ആർട്ടിക്കിൾ 262 ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസമാണ്. ഇത് വാട്ടർ ഡിസ്പ്യൂട്ട്സ് പീസ്ഫുള്ളായിട്ട് സോൾവ് ചെയ്യുന്നു. ഫെയർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യുന്നു. കോപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇന്ത്യയുടെ വാട്ടർ റിസോഴ്സ് നന്നായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ 3 ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ താങ്ക് യു ഗൈസ്.